ഗൂഗിൾ വെബ്മാസ്റ്റർ ടൂൾ അല്ലെങ്കിൽ അതിനെ പറയുന്ന ശരിക്കും ഇപ്പൊ പറയുന്ന പേരാണ് സെർച്ച് കൺസോൾ. അതായത് ഗൂഗിൾ സെർച്ച് കൺസോൾ ആണ്. ഇത് ആദ്യം അറിയപ്പെട്ടുകൊണ്ടിരുന്നത് ഗൂഗിൾ വെബ്മാസ്റ്റർ ടൂൾ എന്നാണ് പണ്ട്. ഇപ്പൊ അതിനറിയപ്പെടുന്നത് ഗൂഗിൾ സെർച്ച് കൺസോൾ എന്നാണ്. ഓക്കെ, സൈൻ ഇൻ ചെയ്യും. സൈൻ ഇൻ ക്ലിക്ക് ചെയ്യും. നിങ്ങൾ എന്ത് ഇമെയിലാണോ എനിക്ക് തന്നെ ആ ഇമെയിൽ വെച്ചിട്ട് ക്ലിക്ക് ചെയ്യുക. സ്റ്റാർട്ട് നൗ വഴി എന്ത് ഇമെയിലാണോ എനിക്ക് തന്നെ അത് വെച്ച് ലോഗിൻ ചെയ്യാം. സ്റ്റാർട്ട് അടിച്ചോ. ഈ വിൻഡോ ഗോട്ടിറ്റ് അതന്നെ ഗോട്ടിറ്റ് ക്ലിക്ക് ചെയ്ത് ഗോട്ടിറ്റ് ഇത് ഇവിടെ ക്ലിക്ക് ചെയ്യുക. യൂസ് കോർവേ പോർട്ടൽസ് അത് ക്ലിക്ക് അത് ക്ലോസ് ചെയ്യും. നിങ്ങൾ ഇന്നൊരു എന്റെ പ്രൊജക്ട് ഇന്ന് ചെയ്യാണ്, ക്ലയന്റിന്റെ ചെയ്യണു. നിങ്ങൾ എന്ത് ചെയ്യണം? സെർച്ച് കൺസോൾ അല്ലെങ്കിൽ വെബ്മാസ്റ്റർ ടൂൾ ആയിട്ട് കണക്ട് ചെയ്യണം. എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. ഓക്കെ, വൺസ് കണക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതേപോലത്തെ ഇൻഫോർമേഷൻ കിട്ടും. പ്രദീപ് സാർ ലെഫ്റ്റ് സൈഡിൽ പെർഫോമൻസ് ഉണ്ട്. പെർഫോമൻസ് ശ്രദ്ധിക്കുക. ആ ഗോട്ട് ഇറ്റ് ക്ലിക്ക്. നമുക്ക് 89 ക്ലിക്സ് കാണിച്ചിട്ടുണ്ട്. അത് ഏറ്റവും മുകളിൽ അതിന്റെ ഡ്യൂറേഷൻ കണ്ടോ? ഡേറ്റ് ലാസ്റ്റ് 3 months. നിങ്ങൾക്ക് വേണമെങ്കിൽ ലാസ്റ്റ് 1 month ഒക്കെ ഇടാം. അതിനൊന്ന് ക്ലിക്ക് ചെയ്തേ. കണ്ടോ? നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇടാം. നമുക്ക് ക്യാൻസൽ കളിച്ചു. ക്യാൻസൽ ചെയ്തു. അതായത് 89 ക്ലിക്ക് കിട്ടിയിട്ടുണ്ടെന്നാണ്. എവിടെ നിന്ന് കിട്ടിക്കണെന്ന് അറിയാമോ? SEO. എവിടെ നിന്ന് കിട്ടിയിരിക്കണേ? SEO എന്ന് പറഞ്ഞ അറിയാലോ, ആഡിന്റെ താഴെ ആഡ് ഇപ്പൊ ക്ലിക്ക് ചെയ്തേക്കണ ഇൻഫോർമേഷൻ അല്ലത്. SEO നമുക്ക് എത്ര ക്ലിക്ക് കിട്ടി? ക്ലിക്ക് എന്ന് പറഞ്ഞ അറിയാലോ എല്ലാവർക്കും. എത്ര ഇംപ്രഷൻ കിട്ടി? 2000-ഓളം ഇംപ്രഷൻ കിട്ടി. ക്ലിയർ ആയോ? ഇംപ്രഷൻ എന്ന് പറഞ്ഞാൽ അറിയാലോ എല്ലാവർക്കും. ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഇംപ്രഷൻ. താഴേക്ക് വാ. ഒരു മിനിറ്റ് അവിടെ പയ്യെ മോളോടേക്ക് വെക്ക്. അവിടേക്ക് ഏതൊക്കെ കീവേഡിൽ നിന്നാണ് വിസിറ്റർ കിട്ടിക്കുന്നത് ഇവിടെ കാണിക്കും. കൊറീസ് കണ്ടാ? അതിന്റെ താഴെ കണ്ട? അതിന്റെ താഴെ കീവേഡുകൾ കണ്ട? താഴേക്ക് സ്ക്രോൾ ചെയ്തോ. കണ്ട? ഏതൊക്കെ തരം കീവേഡിൽ നിന്ന് ക്ലിക്ക് എത്ര കിട്ടി, എത്ര ഇംപ്രഷൻ കിട്ടി എന്ന് മനസ്സിലാവും. ഏറ്റവും ബെസ്റ്റ് SEO ഏത് കീവേഡ് ആണ് പെർഫോം ചെയ്യുന്നത്, ഏതാണ് കീവേഡ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് മനസ്സിലാക്കാൻ പറ്റും. അതന്നെ. അതായത് നമുക്ക് SEO എന്ന് വരുന്ന വിസിറ്റർ ഏതാന്ന് അറിയാൻ പറ്റും. അത് റെലവന്റ് ആണോ അല്ലേ, അല്ലെങ്കിൽ ഏതൊക്കെയാണ് നമ്മുടെ പ്രൊഡക്റ്റിന് വേണ്ടി വരുന്ന റിയൽ സെർച്ച് എന്താണെന്ന് നല്ല ക്ലാരിറ്റി കിട്ടും. ഇത് കാണുമ്പോൾ അറിയാൻ പറ്റും നമ്മുടെ ആ SEO സ്ട്രാറ്റജി കൃത്യമാണ്, നമ്മുടെ സൈറ്റിലേക്ക് വരുന്ന ട്രാഫിക് കൃത്യമാണ് എന്നുള്ള ഇൻഫോർമേഷൻ കിട്ടും. ആ വെബ്സൈറ്റിന് ആൾക്കാർ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്യൂലോ. സാറിന് SEO എന്ന് പറഞ്ഞ ഏരിയ അറിയാലോ. ഒരാള് സാറിന് എന്ത് കോഴ്സാ കൊടുക്കണേ? ഒരാള് ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്യാണ് മെക്കാനിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ ആലുവ എന്ന് സെർച്ച് ചെയ്തു. അപ്പൊ സാറിന്റെ സൈറ്റ് വേണമെങ്കിൽ ഗൂഗിളിൽ കാണാലോ. അപ്പൊ അതും ആൾക്കാർ ക്ലിക്ക് ചെയ്യും. അപ്പൊ അങ്ങനെ ഏതൊക്കെ കീവേഡ് സെർച്ച് ചെയ്തിട്ട് സാറിന്റെ വെബ്സൈറ്റ് കണ്ടു എന്നുള്ള ഇൻഫോർമേഷൻ ആണ് ഇവിടെ വരാ. നമ്മുടെ ഞാൻ അതിലേക്ക് ടെക്നിക്കിലേക്ക് വരാം. നിങ്ങൾ എന്താണെന്ന് അതായത് നമ്മുടെ വെബ്സൈറ്റും ഗൂഗിൾ വെബ്മാസ്റ്റർ ടൂളും തമ്മിൽ കണക്ട് ചെയ്യണം. കണക്ട് ചെയ്യേണ്ടത് എങ്ങനെ ഞാൻ കാണിച്ചു തരാം. ഇന്നാണ് നമ്മൾ SEO തുടങ്ങണമെങ്കിൽ ഇന്ന് തന്നെ നമ്മുടെ വെബ്സൈറ്റും വെബ്മാസ്റ്റർ ടൂളും തമ്മിൽ കണക്ട് ചെയ്യണം. കണക്ട് ചെയ്യുമ്പോൾ ഈ ഇൻഫോർമേഷൻസ് കിട്ടും. അപ്പൊ നമുക്ക് അറിയാൻ പറ്റും SEO എത്ര വിസിറ്ററെ കിട്ടി, SEO എത്ര ക്ലിക്ക് കിട്ടി, SEO എത്ര ഇംപ്രഷൻ കിട്ടി. അതിൽ നിന്ന് നമുക്ക് നല്ല നല്ല കീവേഡുകൾ കിട്ടും.
നമ്മുടെ പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള നല്ല നല്ല കീവേഡുകൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ദാറ്റ് ഈസ് റിയൽ സെർച്ചസ്. താഴേക്കൊന്നേ, പയ്യെ മോളിൽ പോട്ടെ, അവിടെ ഞാൻ പേജസ് ക്ലിക്ക് ചെയ്തേ. പേജസ്, അതായത് നമുക്ക് ഇപ്പൊ ഒരുപാട് പേജസ് ഉണ്ടാവും. പേജസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതായത് നമുക്ക് ഹോം പേജ് ഉണ്ടാവും, എബൌട്ടസ് ഉണ്ടാവും, കോണ്ടാക്ട്സ് പേജ് ഉണ്ടാവും. ഈ ഓരോ പേജിലും എത്ര വിസിറ്റർ കിട്ടിയെന്ന് അറിയാൻ പറ്റും. ഇപ്പൊ ചിലപ്പോ ഹോം പേജിൽ 10 പേരായിരിക്കും വന്നിരിക്കുന്നത്, ചിലപ്പോ കോണ്ടാക്ട്സ് പേജിൽ 5 പേരായിരിക്കും പോയിരിക്കുന്നത്. അപ്പൊ ഓരോ പേജിൽ എത്ര വിസിറ്റർ കിട്ടിയെന്ന് അറിയാൻ പറ്റും. നമുക്ക് ഡെസ്ക്ടോപ്പിൽ നിന്ന് എത്ര വിസിറ്റർ കിട്ടിയെന്ന് അറിയാൻ പറ്റും. മൊബൈലിൽ നിന്ന് എത്ര വിസിറ്റർ കിട്ടിയെന്ന് അറിയാൻ പറ്റും. ഏതൊക്കെ കൺട്രീസിൽ നിന്നാണ് വിസിറ്റർ കിട്ടിയെന്ന് അറിയാൻ പറ്റും. ഇപ്പൊ മൊബൈലിൽ നിന്നാണ് കുറെ ക്ലിക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മൊബൈൽ നിങ്ങളുടെ സൈറ്റ് കൃത്യമായിട്ട് വരുന്നുണ്ടോ ഇല്ലെന്ന് ചെക്ക് ചെയ്യണം. നിങ്ങളുടെ സൈറ്റ് മൊബൈൽ ഫ്രണ്ട്ലി ആക്കണം ശരിക്കും. ഇനി മോളിൽ പോയേ, ആവറേജ് CTR എന്ന് പറഞ്ഞ ബോക്സ് കണ്ടോ? അതുമ്മ ക്ലിക്ക് ചെയ്യാം. ആവറേജ് പൊസിഷൻ കണ്ടോ? അതുമ്മ ക്ലിക്ക് ചെയ്യാം. താഴേക്ക് വരാം. വെയിറ്റ് അതല്ല, അവിടെ ഇനി ആ കൊറീസ്മ ക്ലിക്ക് ചെയ്തേ. വെരി ഗുഡ്. കണ്ട, നമുക്കറിയാൻ പറ്റും. ഇപ്പൊ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ഇൻ കൊച്ചി എത്ര ക്ലിക്ക് കിട്ടി? 4 ക്ലിക്ക് കിട്ടി, 49 ഇംപ്രഷൻ കിട്ടി, CTR കിട്ടി. പൊസിഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ? ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ ഉള്ള റാങ്ക് ആണ്. അപ്പൊ നിങ്ങൾ ആലോചിക്കുന്നത് 13 പോയിന്റ് 13.9 എന്ന് പറയാൻ കാര്യം കേട്ടോ. ചിലവർ സെർച്ച് ചെയ്യുമ്പോൾ 13 ആയിരിക്കും, ചിലവർ സെർച്ച് ചെയ്യുമ്പോൾ 14 ആയിരിക്കും, ചിലവർ സെർച്ച് ചെയ്യുമ്പോൾ 15 ആയിരിക്കും. അപ്പൊ അതിനൊരു ആവറേജ് പൊസിഷൻ കാണിച്ചിരിക്കുന്നതാണ്. അതിന്റെ അർത്ഥം നിങ്ങളുടെ സൈറ്റ് 13-നും 14-നും ഇടയിലായിരിക്കും മിക്കവാറും വരാം. എന്നാലും 13 ആയിരിക്കും, 14 ആയിരിക്കും. റാങ്ക്, ആ കീവേഡ് സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങളുടെ സൈറ്റിന്റെ റാങ്ക് ആണ് കാണിച്ചിരിക്കുന്നത്. അതാണ് ആവറേജ് പൊസിഷൻ. സർ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻ കൊച്ചി അത് 46 റാങ്ക് ആണ്. അപ്പോഴ് അതിനെ ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ ലൈക്ക് വി ഹാവ് ടു ഇംപ്രൂവ് ദ കീവേഡ്. നമുക്കറിയാം. ഇത് നിങ്ങൾക്ക് എന്തുകൊണ്ട് ചെയ്യണമെന്ന് അറിയാമോ? ഇതിൽ നോക്കുമ്പോൾ അറിയാൻ പറ്റും നിങ്ങളുടെ കീവേഡിന്റെ പൊസിഷൻ എവിടെയാണ്. ആ കീവേഡ് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ദിസ് കീവേഡ് ഈസ് റെലവെന്റ് ടു മൈ പ്രൊജക്ട്. അപ്പൊ അതിന്റെ പൊസിഷൻ കൂട്ടാനുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. ദിസ് ഈസ് എ റിയൽ ഇൻസൈറ്റ്സ് ആണ്. നിങ്ങളുടെ പ്രൊജക്ട് എങ്ങനെയാണ് ഒരു വെബ് മാസ്റ്റർ ടൂൾ ആയിട്ട് കണക്ട് ചെയ്യണമെന്നാണ് അടുത്ത് പറയാൻ പോകുന്നത്. ലെഫ്റ്റ് സൈഡിൽ ഇന്റർനെറ്റ് ലീഡ് സ്ട്രീം കൊടുക്കണം. നമ്മൾ ക്ലിക്ക് ചെയ്യും, ആഡ് പ്രോപ്പർട്ടി ക്ലിക്ക് ചെയ്യും, ആ URL പ്രിഫിക്സ് ക്ലിക്ക് ചെയ്യും. ഇപ്പൊ നിങ്ങളുടെ ഒരു പ്രൊജക്ട് വെറുതെ നിങ്ങളുടെ പ്രദീപ് nair.google.com കൊടുക്കല, .com കൊടുത്തേ വെറുതെ HTTP കൊടുക്കുക. അതുപോലെ കൊടുക്കാം. അത് ക്ലിക്ക് ചെയ്യാം. ഇനി ശ്രദ്ധിക്കുക, താഴേക്ക് സ്ക്രോൾ ചെയ്ത് HTML ടാഗ് ഉണ്ടോ? അത് ക്ലിക്ക് ചെയ്ത് അതിലെന്താണ് അവർ പറഞ്ഞിരിക്കുന്നത്? കോപ്പി ദ മെറ്റാ ടാഗ് ബിലോ and paste into your site's homepage. It should go in the head section. ഇതാ മെറ്റാനേക്കും ഗൂഗിൾ സൈറ്റ് വെരിഫിക്കേഷൻ എന്നുള്ള സാധനം ഉണ്ടല്ലോ, അത് കോപ്പി ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ വെബ്സൈറ്റിന്റെ ഹോം പേജിൽ കൊണ്ടിടണം. ഏത് ക്ലയന്റിന് വേണ്ടിയിട്ടാണോ ചെയ്യുന്നത് ആ ക്ലയന്റിന്റെ ഹോം പേജിൽ കൊണ്ടിടണം. ഹോം പേജിൽ എവിടെ ഇടുന്നതെന്ന് പറഞ്ഞേക്കണേ? ഹെഡ് സെക്ഷൻ. ഹെഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ HTML ചെയ്യുമ്പോൾ ബോഡിയുടെ മോള് നമ്മൾ ചെയ്തില്ലേ, ടൈറ്റില്, മെറ്റാ ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ ചെയ്തില്ല, അതിന്റെ താഴെ വരണം. ഇത് ഇട്ട് കഴിഞ്ഞ് ലൈവ് ആയി കഴിയുമ്പോൾ വെരിഫൈ ക്ലിക്ക് ചെയ്യണം. വെരിഫൈ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സൈറ്റും ഇതുമായിട്ട് കണക്റ്റഡ് ആയി. നിങ്ങളുടെ വെബ്സൈറ്റും നിങ്ങൾ ഇപ്പോൾ ഒരു ക്ലയന്റിന് വേണ്ടിയിട്ട് ചെയ്യാണോ, അല്ലെങ്കിൽ നമ്മുടെ ഇപ്പൊ അഷ്റഫ് സാറിന്റെ ഐഡിയൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന് വേണ്ടിയിട്ട് നിങ്ങൾ SEO ചെയ്യണം. ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? അവിടെ ആഡ് പ്രോപ്പർട്ടി ഉണ്ടോ? ആഡ് പ്രോപ്പർട്ടി ചെയ്തിട്ട് സതീഷ് സാറിന്റെ വെബ്സൈറ്റ് ആഡ് ചെയ്യണം. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവരൊരു കോഡ് തരുന്നുണ്ട്. കോഡ് നിങ്ങളിപ്പോ കണ്ടു.
ഈ കോഡ് കോപ്പി ചെയ്തിട്ട് വെബ്സൈറ്റ് ഡെവലപ്പറിന്റെ അടുത്ത് പറയണം. എന്ത് പറയണം? സൈറ്റിന്റെ ഹോം പേജിൽ ഈ കോഡ് ഇടാൻ. അപ്പൊ അവര് പുറമൊക്കെ ഞങ്ങൾ കോഡ് ഇട്ടിട്ടുണ്ടെന്ന് പറയും. കോഡ് ഇട്ടെന്ന് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങളുടെ വെരിഫൈമ ക്ലിക്ക് ചെയ്യുക. അപ്പൊ നിങ്ങളുടെ സൈറ്റും ഗൂഗിൾ വെബ് മാസ്റ്റർ ടൂളും തമ്മിൽ കണക്ട് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇതേപോലത്തെ ഇൻഫോർമേഷൻസ് കിട്ടും. ഇപ്പൊ നമ്മൾ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഓൾറെഡി അവിടെ ഒരു ഹെഡ് ഉണ്ടാവില്ലേ? അപ്പൊ അത് നമ്മൾ റീപ്ലേസ് ചെയ്യണം. എങ്ങനെയാണ് ഇപ്പൊ ഇത് ചെയ്യാനല്ല പറഞ്ഞേ? ഇതായിരിക്കുമല്ലോ ഒരു വെബ്സൈറ്റ് എടുത്ത് കഴിയുമ്പോൾ ഇവിടെ കാണൂല ഹെഡ് ടാഗ് എന്ന് പറഞ്ഞതാ കണ്ടാ? അതെ. അപ്പൊ നിങ്ങള് ആ പുതിയ കോഡ് ഉണ്ടല്ലോ ഇപ്പൊ കിട്ടുന്ന കോഡ് ക്ലിക്ക് ചെയ്ത് ഇവിടെ എൻ്റർ അടിക്കുക, ഇവിടെ പേസ്റ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. ഓക്കെ 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 ഫൈൻ. ഓക്കെ 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 ഫൈൻ. ഹെഡ് ടാഗിന്റെ ഉള്ളിൽ ഇടണമെന്ന് പറഞ്ഞാ ഇതല്ലേ ഹെഡ് ടാഗ് സ്റ്റാർട്ട് ചെയ്യണേ. ഇത് ഹെഡ് ടാഗ് ക്ലോസ് അതിന്റെ ഉള്ളിൽ ഇടാന്ന് പറഞ്ഞാൽ ഇവിടെ ഇടാം. ഓക്കെ 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 ഫൈൻ. അത് വിസിബിൾ കാണൂല, ഐ മീൻ അത് വെബ്സൈറ്റിൽ കാണൂല. കാണാൻ പറ്റും, വ്യൂ സോഴ്സ് അടിച്ചാൽ കാണാം. ഓക്കെ ഓക്കെ. അപ്പൊ അവർ ഇട്ടിട്ടുണ്ടോ ഇല്ല നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇത് എന്തിനാ ചെയ്യണം? നിങ്ങൾ ഇതിന്റെ ഓണറാന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടെങ്കിൽ ഇതൊരു കോൺഫിഡൻഷ്യൽ ഇൻഫോർമേഷൻ ആണ്. ആ ഓണർക്ക് മാത്രം ആക്സസ് ചെയ്യാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് അവർ അത് അങ്ങനെ ചെയ്യിക്കുന്നത്. നിങ്ങൾ ഒരു ക്ലയന്റ് വേണ്ടി ഓൾറെഡി നിങ്ങൾ ചെയ്യുന്നത്. അപ്പൊ അവര് പറയും ഓൾറെഡി ഇത് കണക്റ്റഡ് ആന്ന് പറയും. അപ്പൊ ഞാൻ നിങ്ങളെ ആഡ് ചെയ്ത പോലെ നിങ്ങൾക്ക് അവരെയും കൊണ്ട് ആഡ് ചെയ്യിപ്പിക്കാം. നിങ്ങളുടെ ഇമെയിൽ ഞാൻ ആഡ് ചെയ്തല്ലോ. ഇപ്പൊ ഇവിടെ താഴെ ഒരു കോഡ് കണ്ടോ? മെറ്റാ നെയിം ഗൂഗിൾ വെരിഫിക്കേഷൻ കണ്ടു. അത് കോപ്പി ചെയ്യാം. ഓക്കെ കോപ്പി ചെയ്യാൻ പറയണേ. ഓക്കെ ഫൈൻ. അത്രേ ഉള്ളൂ. അത് കോപ്പി ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു നോട്ട് പാഡ് എടുത്ത് ഇവിടെ കൊണ്ടേ പേസ്റ്റ് ചെയ്തോ. കണ്ടാ? ഓക്കെ. നിങ്ങളുടെ സൈറ്റിന്റെ ഹോം പേജിനെ കെട്ടാക്കി കൊണ്ടിടുന്ന പറയണേ. നിങ്ങൾ എല്ലാവരും ബ്ലോഗറിൽ ഒരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തായിരുന്നു, ഒരു പോസ്റ്റ് ഇട്ടായിരുന്നോ? ആ പോസ്റ്റിൽ കുറച്ച് കണ്ടന്റ് എഴുതിയിട്ടുണ്ടായിരുന്നു. അതിൽ ഏതെങ്കിലും ഒരു വേർഡിന്ന് അതുമ്പോ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇന്റർനെറ്റ് ലീഡ്സിലേക്ക് ട്രെയിനിങ്ങിലേക്ക് വരാവുന്ന ഒരു സെറ്റപ്പ് ചെയ്യണം. നിങ്ങൾ ബ്ലോഗ് ഇതാണ് എഡിറ്റ് ചെയ്തെടുക്കുക. അതിന് ആ താഴെ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ സെലക്ട് ചെയ്ത് അത് സെലക്ട് ചെയ്യും. എന്നിട്ട് മുകളിൽ ആ ഹൈപ്പർ ലിങ്ക് കൊടുക്കാം. ഒന്ന് കൊടുക്കാം. എന്നിട്ട് എന്റെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് വേറെ ടാബിൽ ഓപ്പൺ ചെയ്യും. ആ ലിങ്ക് കോപ്പി ചെയ്യും. ഹോം പേജ് ക്ലിക്ക് ചെയ്യാം. ആ ലിങ്ക് കോപ്പി ചെയ്യും. അപ്ലൈ. ഇനി അപ്ഡേറ്റ് ചെയ്യും. ഓക്കെ. ഇനി ആ പ്രിവ്യൂവിന്റെ അവിടെ ക്ലിക്ക് ചെയ്ത് പ്രിവ്യൂവിനോട് ചേർന്നിട്ട് അതുമ്പോ ക്ലിക്ക് ചെയ്യാനീ പറയണേ. അവിടെ ഓക്കെ. ഞാൻ ഇവിടെ ലെഫ്റ്റിൽ ബാക്ക് അടിച്ച് അടി താഴെ വ്യൂ ബ്ലോഗ് അടി താഴേക്ക് വാ. വ്യൂ ബ്ലോഗ് അടി. അല്ല സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ മൗസ് വെച്ച് ക്ലിക്ക് ചെയ്യില്ലട്ടോ. കണ്ട ഇതേപോലെ എല്ലാവരും ആക്കി നിങ്ങളുടെ പോസ്റ്റ് മേൽ ഇങ്ങനെ ആക്കാം എല്ലാവരും. ബാക്കടി ആ പോസ്റ്റ് കണ്ട ലെഫ്റ്റ് സൈഡിൽ പോസ്റ്റ് താഴെ ക്ലിക്ക്. ഏത് എഡിറ്റ് ചെയ്യണ്ടേ? പോന്നാ ലെഫ്റ്റ് സൈഡില് ലെസ് ദാനും ഗ്രേറ്റർ ദാനും കണ്ടോ? ലെഫ്റ്റ് സൈഡിൽ അടിയിൽ ആൽബം ക്ലിക്ക് ചെയ്യും. കമ്പോസ് വ്യൂ അടി ഇതല്ലേ? ഇവിടെ ഒരു ടെക്സ്റ്റ് സെലക്ട് ചെയ്യും. ഒരു ടെക്സ്റ്റ് താഴെ എഴുതിക്കണ ആ വീഡിയോ കോപ്പി. അത് മതി, അത്ര മതി. ഇനി മുകളിൽ ലിങ്ക് കൊടുക്ക്. വീഡിയോ മാത്രമാണ് സെലക്ട് ചെയ്ത് ദിസ് വീഡിയോ. ഇനി ഏറ്റവും മുകളില് ഒരു എ എന്ന് പറഞ്ഞ കണ്ട എ കഴിഞ്ഞിട്ട് അപ്പുറം ഒരു റൈറ്റ് സൈഡ് അങ്ങനെ റൈറ്റിലേക്ക് നീങ്ങ്. ബി അണ്ടർലൈൻ അത് കഴിഞ്ഞ ഒരു പെൻ അത് കഴിഞ്ഞ ഒരു ചെയിൻ പോലെ കണ്ട തൊട്ടപ്പുറത്ത് അവിടെ ലിങ്ക് പേസ്റ്റ് ചെയ്യും. വേറൊരു ടാബ് ഓപ്പൺ ചെയ്യും. മുകളില് ഒരു ടാബ് ഓപ്പൺ ചെയ്യും. ടാബ് അവിടെ നിങ്ങൾ ഇന്റർനെറ്റ് ട്രെയിനിങ്.com ഓപ്പൺ ചെയ്യും.
ആ URL കോപ്പി ചെയ്യ്. വീണ്ടും അത് അവിടെ ഓപ്പൺ ചെയ്യ, സെർച്ച് കൺസോള് അവിടെ പേസ്റ്റ് ചെയ്യ്, അപ്ലൈ, റൈറ്റ് സൈഡിൽ അപ്ഡേറ്റ് ചെയ്യ്. ബാക്ക് അടിക്ക്, താഴത്തെ ബാക്ക്, അവിടെ തന്നെ അടി, താഴേക്ക് വാ, വ്യൂ ബ്ലോഗ് അടി, താഴെ ലെഫ്റ്റിൽ താഴേക്ക് സ്ക്രോൾ ചെയ്യ്, ലെഫ്റ്റില് അത് സ്ക്രോൾ ചെയ്യ്, വ്യൂ ബ്ലോഗ് ചെയ്യ്. ഇത് ചെയ്തു നോക്കണം, ഞാൻ തന്നക്കെന്താ ചെയ്യാൻ പറയണതാ. താഴേക്ക് വാ, അതീസ് വീഡിയോ ഉണ്ടോ? അത് ക്ലിക്ക് ചെയ്യും. ഓക്കെ ശരി, അത് ക്ലിക്ക് ചെയ്യാദ്യം. blogger.com ക്രിയേറ്റ് ചെയ്യാം, ഫ്രീ ആണ്. വേർഡ് പ്രസ്സിൽ ക്രിയേറ്റ് ചെയ്യാം, ടംബ്ലറിൽ ക്രിയേറ്റ് ചെയ്യാം, ഒരുപാട് സൈറ്റുകളിൽ അങ്ങനെ ബ്ലോഗുകൾ ക്രിയേറ്റ് ചെയ്യാം. നിങ്ങൾ വെറുതെ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്താൽ മതി, ഫ്രീ ബ്ലോഗ് സൈറ്റ്സ്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ blogger.com ചെയ്തത്. നിങ്ങൾ എന്ത് ചെയ്യണം, അതിൽ നിങ്ങൾ നിങ്ങളുടെ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കണ്ടന്റ് ഒക്കെ എഴുതിയിട്ടിട്ട് അതിൽ നിങ്ങളുടെ വെബ്സൈറ്റിലേക്ക് ലിങ്ക് കൊടുക്കാം. ക്ലിയർ ആയോ? ഈ ബ്ലോഗ് ഗൂഗിൾ ഇൻഡെക്സ് ചെയ്യും. ആരെങ്കിലും ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ ഈ ബ്ലോഗ് ഇടയ്ക്ക് കയറി വരും. അപ്പൊ ആൾക്കാർ എന്ത് ചെയ്യും, ആ ബ്ലോഗ് ഓപ്പൺ ചെയ്യും, ബ്ലോഗിലുള്ള കണ്ടന്റ് ഒക്കെ വായിക്കും, വായിച്ചിട്ട് അതിനുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ സൈറ്റിലേക്ക് വരും. ഇപ്പോൾ ആ ബ്ലോഗിലുള്ള ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ എവിടേക്ക് വരുന്നത്? നമ്മുടെ സൈറ്റിലേക്കാണ് വരുന്നത്. അതിന്റെ അർത്ഥം നമ്മുടെ സൈറ്റിന് ഒരു ലിങ്ക് കിട്ടി എന്നാണ്. അതിനെ പറയണ വേറൊരു പേരാണ് എന്ത്? ലിങ്ക് ബിൽഡിംഗ്. അതിനെ പറഞ്ഞ വേറൊരു പേരാണ് ബാക്ക് ലിങ്ക്. നമുക്ക് അങ്ങനെ ഒരുപാട് സൈറ്റുകളിൽ നിന്ന് ഇങ്ങനെ ലിങ്കുകളുടെ എണ്ണം കൂട്ടാം. നമുക്ക് ഒരുപാട് സൈറ്റുകളിൽ നിന്ന് ലിങ്കുകളുടെ എണ്ണം കൂടുമ്പോൾ നമ്മുടെ സൈറ്റ് SEO ടോപ്പിൽ വരാം. നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന കീവേഡുകൾക്ക്. നമ്മളിങ്ങനെ പല നമ്മളിപ്പോ ഒരു 50 സൈറ്റിൽ നിന്ന് ലിങ്ക് കളക്ട് ചെയ്തു. അപ്പൊ നമുക്ക് എത്ര ലിങ്ക് കിട്ടി? 50 ലിങ്ക് കിട്ടി. ഈ മറ്റുള്ള സൈറ്റുകളിൽ നിന്ന് ലിങ്കുകൾ ഇങ്ങനെ കളക്ട് ചെയ്യുമ്പോൾ നമ്മുടെ വെബ്സൈറ്റിൽ കുറെ കീവേഡുകൾ നമ്മൾ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. നിങ്ങൾ ആ ഇനീഷ്യൽ റാങ്കിങ് റിപ്പോർട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ കുറെ കീവേഡ്. ഈ കീവേഡുകളിലൊക്കെ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ അതിന്റെ റാങ്കിങ് പൊസിഷൻ ഇംപ്രൂവ് ആവും. blogger.com വഴി നമുക്ക് അങ്ങനെ ചെയ്യാം. blogger.comന് രണ്ട് തരം ബെനിഫിറ്റ് ഉണ്ട്. ഒന്ന്, ലിങ്ക് ബിൽഡിംഗ് നടക്കും, ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ വരും. രണ്ട്, നമ്മുടെ ബ്ലോഗ് ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ ടോപ്പിൽ വരും. അതുവഴി നമുക്ക് വിസിറ്ററേയും കിട്ടാം. വിസിറ്ററും കിട്ടും, ബ്ലോഗ് ആയാലും വായിച്ച് നമുക്ക് ക്ലിക്ക് ചെയ്ത് നമ്മുടെ അടുത്തേക്ക് വരുമല്ലോ. നമുക്ക് വിസിറ്ററേയും കിട്ടും, നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന കീവേഡുകളുടെ റാങ്കിങ് പൊസിഷൻ ഇംപ്രൂവ് ആവുകയും ചെയ്യും. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു ബ്ലോഗ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ സൈറ്റിലെ കണ്ടന്റ് എടുത്ത് ബ്ലോഗിൽ കൊണ്ടിടരുത്. ഓഫ് പേജ് ഒപ്റ്റിമൈസേഷൻ. ഞാൻ ചോദിച്ചത് സർ, ലൈക്ക് ഇതില് ഒപ്റ്റിമൈസ് ചെയ്യുന്നത് കീവേഡ്സ് അല്ല, ഐ മീൻ ഇവിടെ ലിങ്ക് വഴിയാണ് ഞങ്ങൾ ഒപ്റ്റിമൈസ് ചെയ്യുന്നത് അല്ലെ? ഓഫ് പേജ് ഒപ്റ്റിമൈസേഷൻ. ഓഫ് പേജ് എന്ന് പറഞ്ഞ കീവേഡ് അല്ലത്. അതായത് ഗൂഗിളിൽ പലതരം കാര്യങ്ങൾ നോക്കിയിട്ടാണ് റാങ്ക് തരുന്നത്. നമുക്ക് മറ്റുള്ളവരുടെ സൈറ്റിൽ നിന്ന് ഒരുപാട് ലിങ്കുകൾ കിട്ടണമെങ്കിൽ അതിന്റെ അർത്ഥം നമ്മുടെ സൈറ്റ് പോപ്പുലർ ആണെന്ന് ഗൂഗിൾ വിചാരിക്കാണ് അല്ലെ? ഇനി നിങ്ങൾ നിങ്ങളുടെ ബ്ലോഗിൽ നിന്ന് നിങ്ങൾ ലിങ്ക് കൊടുക്കുമല്ലോ, ആ ലിങ്ക് കൊടുക്കുമ്പോൾ ആ കീവേഡിന് ലിങ്ക് കൊടുത്തിട്ട് നല്ലതാ. ഫോർ എക്സാമ്പിൾ, നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന കീവേഡ് ആണ്, സപ്പോസ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന കീവേഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ഇൻ കൊച്ചി. നിങ്ങളുടെ ബ്ലോഗിൽ ആ വേർഡ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ വേർഡുമെന്ന് നിങ്ങൾക്ക് ലിങ്ക് കൊടുക്കാം. അപ്പൊ ഇത്തിരി കൂടി ഇമ്പോർട്ടൻസ് കൂടും. അടുത്തതാണ് ഞാൻ പറയുന്നത് ലിങ്ക് ബിൽഡിങ്ങിനെ കുറിച്ച് പറയുന്നത്. ഇതിന്റെ ഒരു സിറ്റുവേഷൻ എപ്പോഴും വന്നതെന്ന് വെച്ചാല്, നമുക്ക് രണ്ടുപേർക്കും സെയിം വെബ്സൈറ്റ് ഉണ്ട്, സെയിം പ്രൊഡക്റ്റ് ആണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. നമ്മുടെ രണ്ടുപേരുടെയും വെബ്സൈറ്റ് ഏകദേശം സെയിം ഇയറിൽ തന്നെ ലോഞ്ച് ചെയ്ത്, നമ്മളെല്ലാ ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും ഒക്കെ ഒരേപോലെ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾക്ക് ആർക്കാണ് ഏറ്റവും കൂടുതൽ ലിങ്ക് കിട്ടിക്കണം അവരുടെ സൈറ്റ് ഫസ്റ്റ് വരും. ഇത് ആർട്ടിക്കിൾ സൈറ്റ് എന്ന് പറയും. നേരത്തെ നമ്മൾ ബ്ലോഗ് എഴുതി, ബ്ലോഗിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള സൈസിൽ കണ്ടന്റ് എഴുതിയിടാം, ഇമേജ് ഇടാം, ഇതിടാം.
ഇത് ആർട്ടിക്കിൾ ആണ്. ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ഒരു മിനിമം 400-500 വേർഡ്സ് വേണം. ഈ ആർട്ടിക്കിൾ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റുമായി ബന്ധമുള്ള ആർട്ടിക്കിൾ ഇവിടെ എഴുതിയിടാം. ആ ആർട്ടിക്കിളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പനിയുടെ ലിങ്ക് ഇടാം. ഇങ്ങനെ നിങ്ങൾക്ക് ലിങ്ക് ബിൽഡ് ചെയ്യാം. ഒരുപാട് ആർട്ടിക്കിൾ സൈറ്റ്സ് ഉണ്ട്. ഒരുപാട് ആർട്ടിക്കിൾ സൈറ്റ് ഉണ്ട്. ഈ ആർട്ടിക്കിൾ സൈറ്റിൽ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ആർട്ടിക്കിളിൽ കൊണ്ട് ഇടുന്നത് മറ്റു ആർട്ടിക്കിളിൽ കൊണ്ട് ഇടരുത്. നിങ്ങൾ ഏറ്റവും മുകളിൽ കണ്ട 4,99,098 ഒതേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് ഇതിൽ പോയി ഇതിന്റെ പർപ്പസ് എന്ന് പറയുന്നത് പ്രദീപ് സാറേ ഒന്ന് രണ്ട് പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതും ഇതിലൂടെ നമുക്ക് ലിങ്ക് ബിൽഡ് ചെയ്യാം. ഇത് ബ്ലോഗ് പോലെ തന്നെ ചിലപ്പോ നിങ്ങൾ എന്തെങ്കിലും ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ ഇതിലുള്ള ആർട്ടിക്കിൾ ആയിരിക്കും ഗൂഗിൾ കാണിക്കുക. അപ്പൊ ആൾക്കാർ എന്ത് ചെയ്യും? ആ ആർട്ടിക്കിളിൽ ക്ലിക്ക് ചെയ്ത് അത് വായിക്കും. അതിൽ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ വെബ്സൈറ്റിലേക്ക് വരും. പക്ഷെ ബ്ലോഗ് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്നിട്ടാ, ബ്ലോഗ് ആണെങ്കിൽ നമുക്ക് 5 സെന്റൻസ് ചെയ്ത് 6 സെന്റൻസ് ചെയ്ത് 50 സെന്റൻസ് ചെയ്താൽ ഫോട്ടോസ് ഇടാം, വീഡിയോസ് ഇടാം. ഒരു വെബ്സൈറ്റ് പോലെയാ. ഇതിലാണ് ഈ കണ്ടന്റ് മാത്രം ഇടാൻ പറ്റുള്ളൂ. മിനിമം 500 വേർഡ്സ് വേണം. അവിടെ ആർട്ടിക്കിൾ കാറ്റഗറി ഉണ്ടോ? അത് ആർട്സ് ആൻഡ് എന്റർടൈൻമെന്റ് ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്യും. ഒരു രണ്ടാമത്തെ കണ്ട വാട്ട് ആർ ദ ഗ്രേറ്റസ്റ്റ് ചേഞ്ചിങ് ഇൻ ഷോപ്പിംഗ് ഇൻ യുവർ ലൈഫ് ടൈം. ഒരു ആർട്ടിക്കിൾ ആണ് അതല്ലേ? അത് നമ്മൾ ക്ലിക്ക് ചെയ്യും. കണ്ട അത് കെ കോളിയർ എന്ന് റൈറ്റ് സൈഡിൽ കണ്ട ആളുടെ പേര്, റൈറ്റ് സൈഡിൽ കെ കോളിയർ കണ്ട. പുള്ളി 16 ആർട്ടിക്കിൾ ഉണ്ട്. 2010 ജോയിൻ ചെയ്ത. ഇനി താഴേക്ക് വന്നേ, താഴേക്ക് വാ. കണ്ട അവിടെ മോളി പോട്ടെ, അവിടെ കണ്ട അവിടെ ആളുടെ വെബ്സൈറ്റ് ഒക്കെ പറഞ്ഞേക്കുന്നുണ്ടോ? അമ്മ ക്ലിക്ക് ചെയ്ത് ആ സൈറ്റിലേക്ക് പോകും. ക്ലിക്ക് ചെയ്തോ, കണ്ടോ? അപ്പൊ ആരെങ്കിലും ഗൂഗിളില് വാട്ട് ആർ ദ മറ്റേ സൈറ്റ് എടുത്തേ, മോളിൽ പോയേ. ഇപ്പൊ ഒരാള് വാട്ട് ആർ ദ ഗ്രേറ്റസ്റ്റ് ചേഞ്ചസ് ഇൻ ഷോപ്പിംഗ് ഇൻ യുവർ ലൈഫ് ടൈം എന്നുള്ളത് കോപ്പി ചെയ്ത് അവിടെ വേറെ ഒരു ടാബ് ഓപ്പൺ ചെയ്യും. ടാബ് google.com അടി. ഇനി അവിടെ പേസ്റ്റ് ചെയ്യും. താഴേക്കൊന്നേ പയ്യെ വാട്ട് ആർ ദ ഗ്രേറ്റസ്റ്റ് ചേഞ്ചസ് ഇൻ ഷോപ്പിംഗ് ലൈഫ് ടൈം എന്ന് പറഞ്ഞിട്ട് അതിന്റെ കൂടെ നിങ്ങൾ ഒരു ഈസൈനും കൂടി ടൈപ്പ് ചെയ്ത മുകളിൽ ആ ഗൂഗിൾ സെർച്ചിൽ സ്പേസ് അടിക്കും. ഈസൈ ഞാൻ എൻ്റർ ചെയ്തേ. അത് ക്ലിക്ക് ചെയ്ത. ഞാൻ പറഞ്ഞു വരുന്നത്, ആരെങ്കിലും ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ ഇതേപോലെ നമുക്ക് അതുവഴി വിസിറ്ററെ കിട്ടുകയും ചെയ്യും, നമ്മുടെ SEOയിൽ നമ്മുടെ റാങ്ക് ചെയ്യും. കണ്ടാ? ഇനി നിങ്ങൾക്ക് സബ്മിറ്റ് ആൻ ആർട്ടിക്കിൾ ഉണ്ടോ? സബ്മിറ്റ്. ഒരു മിനിറ്റ്. ഒരു ആർട്ടിക്കിളിന് എന്ത് വേണം? ടൈറ്റിൽ വേണം, കാറ്റഗറി വേണം, സമ്മറി വേണം, ബോഡി വേണം, കീവേഡ് വേണം, റിസോഴ്സ് ബോക്സ് കണ്ടോ? അവിടെ ആയിരിക്കണം ലിങ്ക് മെൻഷൻ ചെയ്യണ്ടേ. ഇത്ര എഴുതിയിട്ട് ശേഷമായിരിക്കണം സബ്മിറ്റ് ചെയ്യണ്ടേ. നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതില് ഒരു ആർട്ടിക്കിൾ നല്ല കോപ്പീഡ് ആയ ആർട്ടിക്കിൾ ഒന്നും ഇവർ സബ്മിറ്റ് ചെയ്യില്ല. ഒരു റൈറ്ററിന്റെ ക്വാളിറ്റി അറിയണമെങ്കിൽ ഇതിൽ ആർട്ടിക്കിൾ ഇട്ടാൽ മതി. ഇതിനെ പറയണതാണ് ആർട്ടിക്കിൾ മാർക്കറ്റിംഗ് എന്ന്. നോ പ്ലേഗറിസം. അതന്നെ. ദിസ് ഈസ് ഓൾസോ ലിങ്ക് ബിൽഡിംഗ്. ഞങ്ങളെല്ലാവരുടെയും മെയിൽ ID സാറ് ഇതായിട്ട് മറ്റേ വെബ് മാസ്റ്റർ ആയിട്ട് കണക്ട് ചെയ്തില്ലായിരുന്നോ ഞങ്ങൾക്ക് അസസ് ചെയ്യാൻ പാകത്തിന്? അതെങ്ങനെ ചെയ്യുന്നത്? നേരത്തെ പ്രോപ്പർട്ടി എടുത്തിട്ട് സാറ് ചെയ്യണത് കണ്ടിരുന്നത് വെബ്സൈറ്റ് ലിങ്ക് ചെയ്യണാണല്ലോ. നിങ്ങളുടെ വെബ്സൈറ്റ് നിങ്ങൾ വെബ് മാസ്റ്റർ ടൂൾ ആയിട്ട് കണക്ട് ചെയ്തു. നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റാഫിന് അതിന്റെ ആക്സസ് കൊടുക്കണം. അതാണ് ചോദ്യം. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ സെറ്റിംഗ്സ് ഉണ്ടോ? സെറ്റിംഗ്സ് ക്ലിക്ക് ചെയ്യാം. സെറ്റിംഗ്സ് ക്ലിക്ക് ചെയ്ത് ഇവിടെ യൂസർ ആൻഡ് പെർമിഷൻ ഉണ്ട്. കണ്ടാ? നിങ്ങൾക്ക് ഇവിടെ ആഡ് യൂസറെ കൊടുക്കാം.